ഭാവിയിലെ എല്ലാ ജോലിയും ഏറ്റെടുക്കാൻ പോവുകയാണ്. അപ്പൊ ഒരു സ്കൂൾ ടീച്ചർ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? പേടിയാവൂലേ പിള്ളേർക്ക് അവിടെ ക്ലാസ്സിലിരിക്കുമ്പോ? എന്തിനാണ് ദേഷ്യം വന്നാൽ എങ്ങനെ ഇരിക്കും? ദേഷ്യം വന്നു കഴിഞ്ഞാൽ തല്ലാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല എന്നൊക്കെ അതിന് ഓൾറെഡി നിർദ്ദേശം കൊടുത്തേക്കണല്ലോ. അതുകൊണ്ട് ഇതൊന്നും ചെയ്യില്ല, തോക്കെടുത്ത് വെടിവെക്കുള്ളൂ. അപ്പോ നമുക്ക് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിയമങ്ങളൊക്കെ കർശനമായിട്ട് അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് ആരെങ്കിലും നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ അതിനെന്താണ് ശിക്ഷ കൊടുക്കേണ്ടതെന്ന് അതിൽ ഡിഫൈൻ ചെയ്തേക്കണമെന്ന് നേരെ ഒറ്റയ്ക്ക് പറയും. പിന്നെ തലയുടെ പുറകില്, നമ്മുടെ മുമ്പിലെ പുറകില് എവിടെയെങ്കിലും ഒരു പ്രൊജക്ടർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വിഷ്വലി കാണിച്ചു കൊടുക്കാൻ ടീച്ചർമാർക്ക് ഇന്ന് പറ്റാത്ത ഒരു സാധനമാണ്. അത് അപ്പൊ തന്നെ അങ്ങോട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കാം, വിഷ്വലായിട്ട് കാണിച്ചു കൊടുക്കാം. അപ്പൊ സോളാർ സിസ്റ്റം ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ സോളാർ സിസ്റ്റം അതിന്റെ ഒരു വീഡിയോ കാണിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഭൂമി കറങ്ങണ എന്താണ്, റൊട്ടേഷൻ എന്താണ്, റെവല്യൂഷൻ എന്താണ്, രണ്ടും കാണുമ്പോൾ ഒറ്റയടിക്ക് അവർക്ക് മനസ്സിലാവും. അപ്പോൾ ടീച്ചർ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും ഗുണം? എല്ലാ ടീച്ചർമാരുടെയും ജോലി പോകും. കാരണം എന്ത് സംശയം ചോദിച്ചാല് അറിയാം. ആ സിലബസിൽ B.Ed MSc ഒക്കെ പഠിച്ച ആൾക്കാർ വേറെ എന്തെങ്കിലും പണിക്ക് പോകേണ്ടി വരും. എന്റെ അമ്മ എന്നെ B.Ed MSc ഒക്കെ പഠിച്ചല്ലേ, എന്നിട്ട് ടീച്ചറായിട്ട് ജോലി ചെയ്യണ്ട? ഇല്ലല്ലോ. അത് പിന്നെ അവൻ ചില സത്യങ്ങൾ ചോദിക്കുമ്പോ എന്തോ അതിപ്പോ തന്നെ MSc B.Ed പഠിച്ചവർക്ക് ജോലിയില്ല. പിന്നെയാണ് ഇനി ഭാവിയിലെ കാര്യം. കഷ്ടപ്പെട്ട് ഇതിനൊക്കെയാണ് ജോലി. അപ്പൊ പിന്നെ എന്ത് ജോലിക്ക് പോകും? വല്ല കമ്പ്യൂട്ടർ എഞ്ചിനീയറാവാൻ. ആദ്യം തന്നെ അങ്ങനത്തെ ടോപ്പിക്കിലേക്ക് പോകല്ലേ. സാധാരണ ഇപ്പൊ ചെയ്യുന്ന ജോലികള് നമ്മൾക്ക് ഗവൺമെന്റ് ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മാസം ഒരാൾക്ക് ജീവിക്കാനുള്ള കാശ് തുച്ഛമായി തരുന്നതായിരിക്കും. എങ്ങനെ വരും? എന്തിനും ഗവൺമെന്റിന് എങ്ങനെ വരുമാനം? ഗവൺമെന്റ് അല്ലെങ്കിൽ റോബോട്ട്സ് തരും, ആരെങ്കിലും തരും. റോബോട്ട്സിന് അവിടെ നിന്ന് വരുമാനം? അല്ലെങ്കിൽ നമ്മൾ കടയിൽ പോയിട്ട് സാധനങ്ങൾ എടുത്തോണ്ടോ ഫ്രീ ആയിട്ട്? അപ്പൊ അങ്ങനെയൊക്കെ പോകാൻ പോയാലല്ലേ വല്ല റോബോട്ടും വന്ന് കൊങ്ങക്ക് പിടിക്കും നമ്മുടെ. അതാണ് പറയുന്നത്, കാശ് നമുക്ക് തരും. ഇപ്പോഴത്തെ പോലെ ഒന്നുമല്ല പോയി എടുത്തോണ്ട്. അതിപ്പോ ഉള്ള നിലവിലുള്ള ജോലികൾ ഡിസ്കസ് ചെയ്യും. നമ്മളിപ്പോ നിലവില് ഇപ്പൊ ഉള്ള ആൾക്കാര് എന്താണ് ചെയ്യണത്? ഭക്ഷണം കഴിക്കാനായിട്ട് കൃഷിക്കാരുണ്ട് അല്ലെ? കൃഷി റോബോട്ടുകളായിട്ട് എടുക്കുമോ? പറ്റൂലല്ലോ. എന്താ പറ്റാത്ത? നനയൂല അവര്. റോബോട്ടുകളുടെ കാര്യമാണ് പറയുന്നതെങ്കിലോ മെഷീൻ ത്രൂ ആണെങ്കിൽ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള റോബോട്ട് എന്താണ് പ്രശ്നം? ഇപ്പൊ തന്നെ ട്രാക്ടർ മെഷീനല്ലേ, അതിങ്ങനെ ഓട്ടോമാറ്റിക്കല് ഇങ്ങനെ ഓടി അങ്ങോട്ട് പോണ ട്രാക്ടറുകളുണ്ട്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? സീഡുകൾ ഇടുകയും അതിനകത്ത് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ നനച്ച് ആ സീഡ് ഇട്ട് പാകി അങ്ങോട്ട് പോവാ. അത് ഡെയിലി കറക്റ്റ് ഈ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് റൺ ചെയ്തോളും. ഓട്ടോമാറ്റിക് ടാപ്പിൽ പോയി വെള്ളം പിടിച്ചോളും. എല്ലാ പരിപാടികളും ഓട്ടോമാറ്റിക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പിന്നെ കൃഷിക്ക് മനുഷ്യരുടെ ആവശ്യമുണ്ടോ? അത് ഹാർവെസ്റ്റ് ചെയ്യാൻ പോലും മനുഷ്യരുടെ ആവശ്യമില്ല. അപ്പൊ കൃഷിക്ക് മനുഷ്യരുടെ ആവശ്യം എവിടെ വന്നെ? ഇപ്പൊ തന്നെ ഹാർവെസ്റ്റിംഗ് മെഷീൻ ഒക്കെ ഉണ്ടല്ലോ. ഈ റോബോട്ടുകൾ ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ തന്നത് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ തിന്നാൻ മാത്രമേ മനുഷ്യരുടെ ആവശ്യമുള്ളൂ. അത് തിന്നാനായിട്ട് റോബോട്ടിന്റെ ആവശ്യമില്ല. അത് നമുക്ക് മനുഷ്യന്മാർക്ക് തിന്നാൻ വേണ്ടിട്ട് ഇപ്പൊ റോബോട്ട് പണിയെടുത്ത് ഉണ്ടാക്കിക്കൊണ്ടുവന്ന സാധനം നമ്മുടെ റോബോട്ട് ആണെങ്കിൽ നമുക്ക് വേണ്ടി പണിയെടുത്ത് തരൂലേ? നമുക്കത് അങ്ങനെ ഇരുന്ന് തിന്നാ പോരെ? അപ്പൊ എല്ലാരും ഓരോ റോബോട്ട് വെക്കുന്ന ഒരു കാലത്തെ പറ്റി ഒന്ന് ഇമാജിൻ ചെയ്തേ. ഉണ്ടാവാൻ സാധ്യത ഉണ്ടാ? ആ റോബോട്ടിന് നമ്മളെ റൂൾസ് ഇത് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ആ റോബോട്ടിന് നമ്മളെ സിനിമ കാണിക്കണ അതന്നെ അപ്പൂട്ടണ എന്താ സിനിമ ഉണ്ടായല്ലോ. ഒരു റോബോട്ട് ഉണ്ടായിരുന്നു മറ്റേ എന്തായിരുന്നു അയാളുടെ പേര്? മഞ്ഞുമൽ ബോയ്സിലുള്ള
നിർത്തിയ അവരും ലൗലി ചിറ്റ നമ്മള് ലൗലി ചിറ്റ അല്ലല്ലോ അല്ല